ഡെലിവറിയുടെ സമയത്ത് വരുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ 9ാമത്തെ മാസത്തെ തുടക്കത്തിലെ സ്കാനിങ്ങിൽ നമുക്ക് സിംഗിൾ ലൂപ്പ് കണ്ടെങ്കിൽ അത് തനിയെ അത് ഡെലിവറി ആവുന്ന ടൈമിലേക്ക് മാറിക്കോളും കേട്ടോ. പേടിക്കാനൊന്നുമില്ല. എൻ്റെ ഡെലിവറിയുടെ സമയത്തും എനിക്ക് സിംഗിൾ ലൂപ്പ് കുഞ്ഞിന് സിംഗിൾ ലൂപ്പ് ചുറ്റിയതായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഡെലിവറി ടൈമിൽ നോർമൽ ആയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഷാഹിന സന്തോഷമായി എന്താ പറയുന്നത്, സന്തോഷമായി ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്നോടാണോ ഷാഹിന? തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റും കേട്ടോ. എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതിയേ. യൂട്യൂബിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എന്നോട് സംസാരിക്കാമേ, കുഴപ്പമൊന്നുമില്ല. മറിയ കേൾക്കാന്ന് പറയുന്നുണ്ട്. ഓക്കേടാ. സിയാന ലത്തീഫ് ഇടയ്ക്ക് നെറ്റ് പോയി. ഇടയ്ക്ക് നെറ്റ് പോയായിരുന്നു. ആക്ച്വലി ഇവിടുത്തെ എന്താ ലൈറ്റ് പോയായിരുന്നു. അപ്പം വൈഫൈയുടെ കണക്ഷൻ ഓഫ് ആയതാണ്. അതാ നെറ്റ് പോയി. ഇപ്പോഴും ലൈറ്റ് ഇല്ല. മൊബൈലിൻ്റെ കണക്ഷൻ ഓൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണേ ഇടയ്ക്ക് പോയത്. ഹാദിയ ഫസ്റ്റ് ഡെലിവറിയിൽ കുഞ്ഞ് മരിച്ചു. നെക്സ്റ്റ് ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. എനിക്കിനി വേഗം പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹാദിയ ഫസ്റ്റ് ഡെലിവറിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നി. ഫസ്റ്റ് ഡെലിവറിക്ക് എന്ത് പറ്റിയിട്ടാണ്, കുഞ്ഞിന് എന്താണ് പറ്റിയത്? ഡെലിവറി ടൈമിലാണോ കുഞ്ഞ് മരിച്ചു പോയത്? നെക്സ്റ്റ് ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. എത്രയും വേഗം തന്നെ ചാൻസ് ഉണ്ട്, പ്രഗ്നൻ്റ് ആവും കേട്ടോ. പ്രാർത്ഥിക്കാവേ. മൈൻഡ് പോസിറ്റീവായിട്ട് വെച്ചിട്ട് ട്രൈ ചെയ്തോ, പ്രാർത്ഥിക്കാം. രശ്മി ഇടയ്ക്ക് കട്ടായിരുന്നു. കേൾക്കാമെന്ന് പറയുന്നുണ്ട്. കേൾക്കാം. ഇപ്പോഴുണ്ട്. ഇപ്പം കേൾക്കാമല്ലോ. ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. മീനു എനിക്ക് പീരീഡ്സ് ആവുന്ന പോലത്തെ വയറുവേദനയുണ്ട് 6 ഡേയ്സ് ആയിട്ട്. ബട്ട് പീരീഡ്സ് ആയിട്ടില്ല. ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവ്. പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? എത്ര ദിവസമായി എനിക്ക് പീരീഡ്സ് ആവുന്ന പോലത്തെ വയറുവേദനയുണ്ട് 6 ഡേയ്സ് ആയിട്ട്. ബട്ട് പീരീഡ്സ് ആയിട്ടില്ല. പീരീഡ്സ് ഇതിനകത്ത് എന്നാ പറയുന്നത്, ബ്ലഡിൽ beta-HCG ടെസ്റ്റ് ചെയ്ത് നോക്കും മീനു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുവേ. ഇല്ല എങ്കിൽ ആ സമയത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും കേട്ടോ. മറിയ ഹാദി എന്ത് പറ്റിയതാണ്? അത് ഹാദിയോടാണ്. കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്നായിരിക്കും ചോദിച്ചത്. ഹാദി എസ് എന്ന് പറയുന്നുണ്ട്. ഹാദിയ കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. മീനുവിൻ്റെ മെസ്സേജ് റിട്രാക്റ്റഡ് ആയി. മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഹാദിയ പീരീഡ്സ് 8 ഡേ മുതൽ 22 ഡേ വരെയും കോണ്ടാക്ട് ചെയ്തു. പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? എല്ലാ മന്ത്സും പീരീഡ്സ് ആവും. ബട്ട് ഡേറ്റ്സ് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. കറക്റ്റായിട്ട് നമ്മളുടെ സൈക്കിൾ ലെങ്ത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഓവുലേഷൻ്റെ ദിവസം കണ്ടുപിടിക്കുക. ഓവുലേഷൻ്റെ ദിവസം പക്ഷെ നമ്മൾ എത്ര ഓവുലേഷൻ്റെ ഡേറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് കറക്റ്റായിട്ട് 100% ആ ഡേറ്റിൽ ഓവുലേഷൻ നടക്കും എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് നിൽക്കുന്ന ദിവസം തൊട്ട് കോണ്ടാക്ട് ചെയ്ത് തുടങ്ങണം. നമ്മൾ ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റിന് ഒരു 2-3 ദിവസം മുന്നും വരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കറക്റ്റ്. അത് ഒരു സൈക്കിളിലെ അല്ല, നമ്മൾ കറക്റ്റായിട്ടൊരു 3 സൈക്കിൾ നോക്കിയിട്ട് 3 സൈക്കിളിൻ്റെ ഒരു സൈക്കിൾ ലെങ്ത് നമ്മൾ ചിലപ്പോൾ നമുക്ക് 26 ആയിരിക്കും, ചിലപ്പോൾ 27 ആയിരിക്കും. അത് നമ്മളൊന്ന് 3-4 സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആവറേജ് സൈക്കിൾ ലെങ്ത് മനസ്സിലാവും. അതിനുശേഷം നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ പീരീഡ്സിൻ്റെ നമ്മൾ നിൽക്കത്തില്ലേ, പീരീഡ്സിൻ്റെ ഫ്ലോ നിൽക്കുന്ന ആ ദിവസം തൊട്ട് നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങുക. ഓവുലേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരു 2-3 ദിവസം വരെയും കൂടെ ട്രൈ ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും പ്രഗ്നൻസി പോസിബിൾ ആണേ. അടുത്തത് ഒരു ദിസ് മെസ്സേജസ് ഹെൽപ്പ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ ആ മെസ്സേജ് ഒന്ന് നോക്കിക്കോട്ടെ. കുക്ക് ആൻഡ് ക്രിയേറ്റ്. ഹായ് മാം, എൻ്റെ ആണേൽ ഭാഗത്ത് ചുറ്റിനും വൈറ്റ് കുരു. ഇപ്പോൾ വജൈനയുടെ നിങ്ങൾ ഈ വജൈന അങ്ങനത്തെ ഇതിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം നമ്മൾ അങ്ങനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ യൂട്യൂബിന് തന്നെ ഇങ്ങനെ ഉള്ള ടേംസ് അവർ റിവ്യൂവിന് വെക്കും. അങ്ങനെ മെസ്സേജസ് പോകുമേ, എനിക്ക് കാണത്തില്ല. ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. അത് ക്ലിക്ക് ചെയ്തില്ല എങ്കിൽ അത് ഹെൽഡ് ഫോർ റിവ്യൂക്കാണ് പോകുന്നത്. ഇപ്പോൾ വജൈനയുടെ ടോപ്പിൽ സ്പ്രെഡ് ആയിട്ട് വരുന്നു. അതെന്താ റീസൺ? ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. വെള്ള കുരു പോലെ വരുന്നില്ലേ, അപ്പം വജൈനയുടെ സ്പ്രെഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കേട്ടോ.
സിയാന, ഇംപ്ലാന്റേഷൻ ടൈമിൽ പൊമിഗ്രാനേറ്റ് കഴിക്കാമോ? ഇടയ്ക്ക് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ സിയാന ഒന്നുകൂടെ പറയാം. ഇംപ്ലാന്റേഷൻ ടൈമിൽ അത് കേൾക്കാൻ പറ്റാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പോയി നെറ്റ് ഒന്ന് ഓഫായി പോയതാണ്. അതാണ് കേൾക്കാൻ പറ്റാഞ്ഞ്. ഇംപ്ലാന്റേഷൻ ടൈമിൽ പൊമിഗ്രാനേറ്റ് നമ്മൾ എന്ത് കഴിക്കുമ്പോഴും മിതമായ അളവിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഓവറായിട്ട് കഴിക്കരുത് കേട്ടോ. ഒത്തിരി ഓവറായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. മിതമായ അളവിൽ നമ്മൾ കഴിക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശ്രീരാത്ത് സെപ്റ്റംബർ 26-നായിരുന്നു ഡേറ്റ്. അന്ന് സ്പോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ടെസ്റ്റ് ചെയ്തു. വളരെ ലൈറ്റ് ലൈൻ ആയിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഫോളിക് ആസിഡ് തന്നു. 4 ഡേയ്സ് കഴിഞ്ഞു ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഒന്നുകൂടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ബ്ലഡിൽ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാവുമേ. യൂറിനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്രയും യൂറിനിൽ ഒന്നുകൂടെ നമുക്ക് പോസിറ്റീവായിട്ട് കാണിക്കണമെങ്കിൽ നമ്മുടെ ബീറ്റ HCG ഒരുപാട് ഹൈ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അത് യൂറിനിൽ ഡിറ്റക്റ്റ് ആവുന്നത്. പക്ഷേ ബ്ലഡിൽ കുറച്ചുകൂടെ ലോ ആണെങ്കിലും ഡിറ്റക്റ്റ് ആവും. അപ്പം നമ്മൾ ബ്ലഡിൽ ബീറ്റ HCG നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ആണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാകും. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഡോക്ടർ തന്നപോലെ തന്നെ കഴിക്കുക കേട്ടോ. പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ടോ? അങ്ങനെ പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി എടുക്കാനായിട്ട് ശ്രമിക്കുക. തന്നിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല. ഹാദിയ ഡെലിവറി ടൈമിലാണ് ബേബി മരിച്ച. കോഡാണ് ഫസ്റ്റ് വന്നേ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് കുഞ്ഞിനെ കിട്ടാഞ്ഞ്. ഓക്കെ. ഡെലിവറി ടൈമിലുണ്ടായത് കോംപ്ലിക്കേഷൻ കാരണമാണല്ലോ. ഇനി വേഗം അടുത്ത പ്രഗ്നൻസി പോസിബിളാ കേട്ടോ. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അടുത്തതിന് ഇങ്ങനെ ഉണ്ടാവത്തില്ല കേട്ടോ. അഫീഫ ഇന്ന് ടെസ്റ്റ് ചെയ്തു. ബീറ്റ HCG 153 നല്ല വാല്യൂ ആണോ? ഞാൻ ഓൾറെഡി അഫിയുടെ ഈ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ഞാൻ അഫിയുടെ കമൻറ്റിന് ഞാൻ നേരത്തെ ഈ മെസ്സേജ് കണ്ടു. ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ പറയുന്നത്, നല്ല വാല്യൂ കേട്ടോ. നല്ല വാല്യൂ ആണ്. ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ റിപ്പീറ്റ് വാല്യൂ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ചെക്ക് ചെയ്യുക. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല. എന്നാ ഇത് ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാല്യൂ ഡബിൾ ആകുന്നുണ്ടോ, ഇൻക്രീസ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറഞ്ഞിട്ടില്ല എങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ എത്രയാ ദിവസം ഡോക്ടർ പറഞ്ഞ് അതിനുശേഷം സ്കാനിങ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോവുക കേട്ടോ. ഡോക്ടർ തന്നിരിക്കുന്ന എല്ലാ മെഡിക്കേഷൻസും പ്രൊജസ്ട്രോൺ അടക്കം എല്ലാം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം നമ്മളുടെ ഈ ഒരു പ്രഗ്നൻസി കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പുറത്തു നിന്നുള്ള സപ്ലിമെൻറ്റ്സിലാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു സപ്ലിമെൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളുടെ ആ ഒരു പ്രഗ്നൻസിയെ നിലനിർത്തിക്കാനായിട്ട് അത് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ആ മെഡിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡോക്ടർ പറഞ്ഞ അതേ അളവിൽ തന്നെ. അഫീഫ ഹായ് പറയുന്നുണ്ട്. ഹായ്ഡാ. സിയാന ലത്തീഫ് വീണ്ടും നെറ്റ് പോകുന്നല്ലോ. ഇപ്പോഴും നെറ്റ് ഇല്ലേ? ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? ഒന്ന് പറയുമോ കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന്? അത് ഇന്ന് ഇവിടെ ലൈറ്റ് പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നത്. കാരണം വൈഫൈ കണക്ഷനിൽ കണക്റ്റഡ് ആണ് എൻ്റെ സെല്ല് മൊബൈൽ. അപ്പോൾ നെറ്റ് ഇത് ലൈറ്റ് പോകുന്ന സമയത്ത് അത് കണക്ഷൻ ഓഫ് ചെയ്യുമ്പോഴാണ് ഇടയ്ക്ക് ഇത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് വരുന്ന സമയത്ത് അത് കണക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സോറി കേട്ടോ. എല്ലാവരോടും സോറി ചോദിക്കുന്നു. അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ കേൾക്കാമോ? ഒന്ന് പറയാമോ ആരെങ്കിലും? സിയാന ഞാൻ പറഞ്ഞ സിയാനയുടെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. ഇംപ്ലാന്റേഷൻ തമ്മിൽ പൊമിഗ്രാനേറ്റ് കഴിക്കാമോ എന്നായിരുന്നല്ലോ. കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ എടുക്കുമ്പം പക്ഷെ കുറഞ്ഞ അളവിൽ ഒരുപാട് നമ്മൾ ഒരു സാധനം പോലും എടുക്കാൻ പാടില്ല. ഒരു ടൈമിലും പ്രഗ്നൻസി ടൈമിലാണെങ്കിലും അല്ല നമ്മൾ പ്രഗ്നൻസി നോക്കുന്ന സമയത്താണെങ്കിലും ഒന്നും ഒരു കാര്യവും ഓവറായിട്ട് എടുക്കാൻ പാടില്ല. എല്ലാം മിതമായ അളവിൽ നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിക്കുന്നുണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സിയാന കേട്ടെന്ന് വിചാരിക്കുന്നു. അഞ്ജു മോഹൻ ഓവുലേഷന് ശേഷം കോൺടാക്ട് ചെയ്യുന്നത് പ്രോബ്ലം ഉണ്ട്. ഓവുലേഷന് ശേഷം ഒരു 2-3 ദിവസം കോൺടാക്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഇംപ്ലാന്റേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ദിവസത്തിന് ശേഷം കോൺടാക്ട് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കുഴപ്പമൊന്നുമില്ല. നമ്മൾ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് നല്ലൊരു ഹെൽത്തി പ്രഗ്നൻസി ആയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയൊന്നും പോവത്തില്ല. പക്ഷേ ചെറിയ തോതിലൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ പോവുക. ഓവുലേഷൻ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അൻസീര പി
ഫെയിൻ ലൈൻ കറക്റ്റ് ആവാൻ എത്ര ടൈം എടുക്കും? നമ്മളുടെ ബീറ്റ എച്ച് സിയുടെ വാല്യൂ എത്ര ഇൻക്രീസ് ആവുന്നതനുസരിച്ചാണ് നമ്മളുടെ ലൈൻ കറക്റ്റ് ആകുന്നത്. അത് നമ്മൾ പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മളിപ്പം ഫെയിൻ ലൈൻ വന്നു അതിനുശേഷം നമുക്ക് 2 ദിവസത്തിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡാർക്കായിട്ട് കാണാൻ സാധിക്കും. അല്ല നമുക്ക് കൺഫേം ആയിട്ട് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ ബീറ്റ എച്ച് ജി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ബ്ലഡിൽ ബീറ്റ എച്ച് ജി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയാൻ സാധിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്ന് കേട്ടോ. ഇതുവരെ വന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഇനി ആരുടെയെങ്കിലും കമൻറ്റ് ഇടയ്ക്കെങ്ങാനും നെറ്റ് പോയ സമയത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിടാമെങ്കിൽ ഞാൻ എന്താ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് റിപ്ലൈ തരാം കേട്ടോ. അഖില, പീരീഡ്സ് ആയി 2 ഡേയ്സ് മാത്രം ബ്ലഡ് ഉണ്ടായുള്ളൂ. എന്താ കാരണം എന്ന് പറയാമോ? പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കുറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്ലഡ് ഫ്ലോ പീരീഡ്സിൻ്റെ സമയത്ത് കുറയുന്നതെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് കൂട്ടി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുവേ. പിന്നെ 2 ദിവസം നമുക്ക്